യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഒരു പുതിയ ദിവസം തുടങ്ങുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവം നൽകിയ അവസരത്തിനായിട്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 11 തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ദൈവം താൻ തിരഞ്ഞെടുത്ത മക്കളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുക എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവമായ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ആട്ടിടയൻ ആടുകളെ നയിക്കുന്നത് പോലെ വഴിതെറ്റാതെ നല്ല പച്ചപ്പുള്ള സ്ഥലത്തേക്ക് ആടുകളെ മേയ്ക്കുന്നത് പോലെ ദൈവമായ കർത്താവ് നിൻ്റെ മുന്നിൽ നിന്ന് നിനക്ക് നല്ലത് മാത്രം ഭവിക്കുവാൻ, നിനക്ക് നന്മയുണ്ടാകുവാൻ നിന്നെ നയിക്കും. മരുഭൂമി പോലത്തെ അവസ്ഥ നിനക്ക് വന്നാലും നിനക്ക് സമൃദ്ധിയുണ്ടാകും. മരുഭൂമിയിൽ നീ ഒറ്റപ്പെട്ടു പോയാൽ ആ മരുഭൂമിയിലെ മരുപ്പച്ച ഉള്ള സ്ഥലത്തായിരിക്കും, ഒന്നിനും കുറവില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും നീ ഒറ്റപ്പെട്ടു പോകുന്നത്. അവിടെയും ദൈവത്തിൻ്റെ സംരക്ഷണവും സമൃദ്ധിയും നീ അനുഭവിക്കും. ഞാൻ ദുർബലനാണ് എന്ന് നീ വിചാരിക്കുന്ന സമയം ദൈവം നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ഒരിക്കലും വറ്റാത്ത നീരുറവ പോലെ സമൃദ്ധിയും സമാധാനവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായി നിൻ്റെ ജീവിതം മാറും. ദൈവത്തോടൊപ്പമായിരുന്നാൽ നിനക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ഒരു കുറവും കൂടാതെ നിനക്ക് ലഭിക്കും എന്നുള്ളതാണ്. ദൈവത്തിനു വേണ്ടി നീ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും എന്ന് വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം അവരെ ഓരോരുത്തരെയും തൻ്റേതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവാനുഗ്രഹം നിറഞ്ഞ വിജയം നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക് അവരെ ദൈവം കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ
സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.